Inline checker, occasional theory, first year, online class, volume 14. Behavioral skills. ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടായിരിക്കേണ്ട നൈപുണ്യങ്ങൾ. അതിൽ പ്രധാനമായിട്ടുള്ളത് എത്തിക്സ്, അത് ധാർമ്മികമായ മൂല്യങ്ങൾ. എത്തിക്സ് ഈസ് ബേസ്ഡ് ഓൺ വെൽ ഫൗണ്ടഡ് സ്റ്റാൻഡേർഡ് of right and wrong that prescribe what humans ought to do, usually in terms of rights, obligations, benefits to society, fairness, or specific values. ധാർമ്മികത വളരെ പ്രത്യേകം തയ്യാറാക്കിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മനുഷ്യരായ നമ്മൾ എന്താണ് തെറ്റും ശരിയും എന്ന് തിരിച്ചറിയുകയും, അതായത് നമ്മുടെ അവകാശങ്ങളെ പറ്റിയോ നമ്മുടെ ബാധ്യതകളെ പറ്റിയോ സമൂഹത്തിനുണ്ടായിരിക്കേണ്ട സമൂഹത്തിന് ഗുണപ്രദമായ കാര്യങ്ങളെ പറ്റിയോ നീതി പൂർവമായതോ ബഹുമാനിക്കപ്പെടേണ്ടോ അല്ലെങ്കിൽ മൂല്യത കൊടുക്കേണ്ടതോ ആയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ധാർമ്മികതയെ നമ്മൾ നിർവചിക്കുന്നത്. Ethics consist of standards recommending concepts of right and wrong behavior. ധാർമ്മികത നമ്മൾ എങ്ങനെ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് പെരുമാറണം എന്നതിൻ്റെ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് ലീഗൽ ഒബ്ലിഗേഷൻസ്, അതായത് നിയമപരമായ നമ്മുടെ ബാധ്യത. നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഇമ്പോസ് ദ റീസണബിൾ ഒബ്ലിഗേഷൻസ് ടു റിഫ്രെയിൻ ഫ്രം സ്റ്റീലിംഗ്, മർഡർ, അസോൾട്ട്, ഫ്രോഡ് ആൻഡ് സ്കാം. നിയമം അനുശാസിക്കുന്ന മാനദണ്ഡങ്ങൾ നമ്മളെ മോഷ്ടിക്കുന്നതിൽ നിന്നോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ആക്രമിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ചതിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അഴിമതി കാണിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി അല്ലെങ്കിൽ ഒഴിവായി നിൽക്കേണ്ടതാണ്. റൈറ്റ്സ് ആൻഡ് വാല്യൂസ്, നമ്മുടെ അവകാശങ്ങളും വാല്യൂസും, അതായത് നമ്മൾ വിലമതിക്കേണ്ടതും. റൈറ്റ്സ്, സ്റ്റാൻഡേർഡ്സ് റിലേറ്റിംഗ് ടു റൈറ്റ്സ്, റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം ആൻഡ് റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മുടെ അവകാശങ്ങളെ അനുശാസിക്കുന്ന മാനദണ്ഡങ്ങളാണ് തുല്യതയ്ക്കുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശം, അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള അവകാശം. വാല്യൂസ്, Values are the ideals that we try to follow in our attempt to live right
and be good people instead of bad. വാല്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കേണ്ടവ അല്ലെങ്കിൽ നമ്മൾ വിലമതിക്കേണ്ടവ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോശം പെരുമാറ്റത്തിൽ നിന്ന് നല്ല ആൾക്കാരായി നല്ല ആൾക്കാരെ പോലെ ജീവിക്കുന്നതിന് നമ്മൾ പിന്തുടരേണ്ട ചില മാതൃകാപരമായ കാര്യങ്ങളാണ്. Next is character. സ്വഭാവം. Since childhood we keep on listening that you should bear a good character. Character depends on ethics and values. നമ്മൾ കുഞ്ഞുനാളിൽ മുതലേ ശ്രദ്ധിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ നല്ല സ്വഭാവം ഉള്ളവരായിരിക്കണമെന്ന്. സ്വഭാവം നമ്മുടെ ധാർമ്മികതയും മൂല്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ വിലമതിക്കുന്നതുമായ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. There are 6 main pillars of character. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന് പ്രധാനമായിട്ടും 6 തൂണുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. One is trustworthiness. അതായത് നമ്മളെ വിശ്വസിക്കാൻ കൊള്ളുന്നവനായിരിക്കണം. സെക്കൻഡ്, റെസ്പെക്ട്. ബഹുമാനം കൊടുക്കുന്നവൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കുന്നത്. 3, റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്വം, ചുമതല ഏൽക്കാൻ കഴിവുള്ളത്. കഴിവുള്ളത്. 4, ഫെയർനെസ്. ന്യായത്തിന് അല്ലെങ്കിൽ നീതിക്ക് വില കൊടുക്കുന്നത്. 5, കെയറിങ്. ശ്രദ്ധാലുവായത് അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്നത്. 6, സിറ്റിസൺഷിപ്പ്. കടമകൾക്കനുസരിച്ചുള്ള പൗരന്റെ പെരുമാറ്റം. If we follow and work according to these pillars, our character will automatically improve. മുകളിൽ പറഞ്ഞ 6 കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവം സ്വാഭാവികമായിട്ട് മെച്ചപ്പെടും. ട്രസ്റ്റ്വർത്തിനെസ് ആൻഡ് റെസ്പെക്ട്. അത് ക്യാരക്ടേഴ്സിന്റെ 6 പില്ലേഴ്സിന്റെ ആദ്യത്തെ 2 എണ്ണമാണ് ട്രസ്റ്റ്വർത്തിനെസ്സും റെസ്പെക്റ്റും. അതായത് നമ്മൾ വിശ്വാസയോഗ്യതവർ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ എന്നാണ് ട്രസ്റ്റ്വർത്തിനെസ്സിന് മലയാളത്തിൽ പറയുന്നത്. അതിന് വേണ്ടുന്ന മറ്റു കാര്യങ്ങളാണ് ഓണസ്റ്റി, സത്യസന്ധത, സിൻസിയറിറ്റി, ആത്മാർത്ഥത, ആൻഡ് ലോയൽറ്റി. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ കൂറ് അല്ലെങ്കിൽ വിശ്വസ്തത. ഈ 3 ഗുണങ്ങളാണ് ട്രസ്റ്റ്വർത്തിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റെസ്പെക്ട്. അതായത് നമ്മുടെ പരിഗണന അല്ലെങ്കിൽ നമ്മൾ ബഹുമാനം കൊടുക്കുന്നത് എന്തിനൊക്കെയാണെന്ന് ആശ്രയിച്ച് അതിൻ്റെ സബ് കോമ്പോണൻസ് ആണ് ഷോയിങ് കർട്ടസി ടു പീപ്പിൾ. ആൾക്കാരോട് ഉപചാരപൂർവ്വം പെരുമാറുക അല്ലെങ്കിൽ മര്യാദപൂർവ്വം പെരുമാറുന്നത്.
Respecting dignity of employees irrespective of gender, color, class, caste, etc. തൊഴിലാളികളുടെ സ്വഭാവമോ നിറമോ ജാതിയോ അവൻ്റെ ലിംഗമോ പരിഗണിക്കാതെ മാന്യമായി പെരുമാറുന്നതിനാണ് റെസ്പെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫെയർനെസ് മൂന്നാമത്തെ നാലാമത്തെ ക്യാരക്ടറിന്റെ ഘടകങ്ങളാണ് റെസ്പോൺസിബിലിറ്റി, ഫെയർനെസ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ഉത്തരവാദിത്വം കാണിക്കൽ അല്ലെങ്കിൽ കടമകൾ ഏറ്റെടുക്കൽ. അതിൽ വരുന്ന മറ്റ് കാര്യങ്ങളാണ് സെറ്റിംഗ് ഗോൾസ്. ഗോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളെയാണ്. ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക. സെക്കൻഡ് ഈസ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യുക. ആൻഡ് തേർഡ് ഈസ് മേക്കിംഗ് എഫേർട്സ്, അതായത് നമ്മൾ പരിശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രയത്നിക്കുന്നത് ആയിരിക്കണം. നെക്സ്റ്റ് ഈസ് ഫെയർനെസ്, നമ്മുടെ നീതിബോധം അല്ലെങ്കിൽ നമ്മൾ നീതിയുക്തമായ കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ അകത്ത് വന്നിട്ട് ഇമ്പാർഷ്യാലിറ്റി, ആരുടെയും വശം കൂടാതെ നിഷ്പക്ഷത. ഹിയറിംഗ് ഓൾ സൈഡ്സ്, എല്ലാ വശങ്ങളും ശ്രദ്ധിക്കുന്നത്. തേർഡ് ഈസ് നോൺ ജഡ്ജ്മെന്റൽ, മുൻവിധിയോടുകൂടി പ്രവർത്തിക്കാതിരിക്കൽ. കെയറിംഗ് ആൻഡ് സിറ്റിസൺഷിപ്പ് അഞ്ചാമത്തെ ആറാമത്തെ പില്ലേഴ്സ് ആണ്. കെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധാലു താല്പര്യങ്ങൾ. ഷോയിങ് സിമ്പതി, ദയ കാണിക്കല്. ഷെയറിംഗ് മെന്റാലിറ്റി അല്ലെങ്കിൽ പങ്കുവയ്ക്കാനുള്ള മനസ്ഥിതി. ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ് ഇൻ നീഡ്, മറ്റുള്ളവരുടെ ആവശ്യത്തിൽ സഹായം എത്തിക്കുന്നതിനുള്ള സന്നദ്ധത. അടുത്തത് സിറ്റിസൺഷിപ്പ്, അതായത് കടമകൾക്കനുസരിച്ച് ഒരു പൗരന്റെ പെരുമാറ്റം. അതിൽ വരുന്ന കാര്യങ്ങളാണ് റെസ്പെക്റ്റിംഗ് പബ്ലിക് പ്രോപ്പർട്ടി, പൊതു സ്വത്തുക്കൾ സംരക്ഷിക്കുക അല്ലെങ്കിൽ മാനിക്കുക. ഒബൈയിങ് ദ ലോ, നിയമം അനുസരിക്കൽ. ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ എൻവിറോൺമെന്റ്, പരിസ്ഥിതി സംരക്ഷിക്കൽ. If we follow and work according to these pillars, our character will automatically improve. നേരത്തെ പറഞ്ഞതാണ്, ക്യാരക്ടറിന്റെ 6 പില്ലേഴ്സ് അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവം സ്വാഭാവികമായിട്ടും മെച്ചപ്പെടും. എത്തിക്സ്, ധാർമ്മികത വിഷയങ്ങളെ പറ്റി ഒന്ന് ചുരുക്കം പറയാം, കൺക്ലൂഡ് ചെയ്യാം. Wherever we go in life, you have to follow ethics and values. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും നമ്മൾ ധാർമ്മികതയും വിലമതിക്കപ്പെട്ടതുമായ ക്രിയകൾ
പിന്തുടരേണ്ടതാണ്. ഉദാഹരണത്തിന് സ്കൂൾ എത്തിക്സ്. നമ്മൾ സ്കൂളിൽ എന്ത് ചെയ്യും? സ്കൂളിൽ നമ്മൾ we should wear proper uniform, punctual, keep discipline, respect teachers, being honest in homework and tests, do not act violently, do not damage school property, etc. സ്കൂളിൽ നമ്മൾ ശരിയായ യൂണിഫോം ധരിക്കുകയും കൃത്യസമയം പാലിക്കുകയും അച്ചടക്കം പാലിക്കുകയും അധ്യാപകരെ ബഹുമാനിക്കുകയും ഹോംവർക്കും അതുപോലെയുള്ള പരീക്ഷകളിലും സത്യസന്ധത പാലിക്കുകയും അവിടെ വഴക്കും ബഹളങ്ങളും ഉണ്ടാക്കാതിരിക്കുകയും സ്കൂളിൻ്റെ പൊതുവായിട്ടുള്ള വസ്തുക്കൾ നശിപ്പിക്കാതിരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ വർക്ക് പ്ലേസ് എത്തിക്സ്, നമ്മൾ ജോലി ചെയ്യുന്നിടത്തുള്ള ധാർമ്മികത വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് നീഡ് ടു ബി ഫോളോഡ് ബൈ സ്റ്റാഫ് ഓഫ് ദ വർക്ക് പ്ലേസ്. ചില നിയമങ്ങളും മറ്റും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ജോലിക്കാർ പാലിക്കേണ്ടതായിട്ടുണ്ട്. You have to work with these ethics at workplace. നമ്മൾ ജോലി സ്ഥലത്ത് പാലിക്കേണ്ട എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികമായ പെരുമാറ്റ രീതികൾ: പങ്ക്ച്വാലിറ്റി, സിൻസിയറിറ്റി, അപ്പിയറൻസ്, ആറ്റിറ്റ്യൂഡ്, റെസ്പോൺസിബിലിറ്റി, റെസ്പെക്റ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് ടീം വർക്ക്. ജോലി സ്ഥലത്ത് നമ്മൾ സമയം പാലിക്കണം, ആത്മാർത്ഥത കാണിക്കണം, നല്ല രീതിയിൽ വേഷം ധരിക്കണം, നല്ല മനോഭാവം വെച്ച് പുലർത്തണം, ഉത്തരവാദിത്വപൂർവ്വം പെരുമാറണം, ബഹുമാനം കൊടുക്കണം, ആശയവിനിമയ കഴിവോടുകൂടി പെരുമാറണം. അതുകൂടാതെ ഒരു ടീമായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. Ethics and values help in character formation and helps in building reputed image at workplace. നമ്മൾ ധാർമ്മികതയും മറ്റു മൂല്യങ്ങളും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായം ചെയ്യുകയും അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് നമുക്ക് മതിപ്പുള്ള പ്രതിച്ഛായ നൽകുകയും ചെയ്യും. കമ്പനി പോളിസി, കമ്പനിയുടെ പോളിസികൾ അല്ലെങ്കിൽ നയങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. To establish the rules of conduct within an organization, outlining the responsibilities of both employees and employers. കമ്പനി പോളിസി എന്തിനാന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിനകത്ത് തൊഴിലാളിയും തൊഴിലുടമയും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടത്തെ പറ്റിയുള്ള നയമാണ്. To protect the rights of workers as well as business interests of employees. കമ്പനി പോളിസി സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് തൊഴിലാളികളുടെയും തൊഴിൽ ഉടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ: എംപ്ലോയി കോണ്ടക്ട്, attendance, dress code, privacy and other areas related to the terms and conditions of employment. എംപ്ലോയിയുടെ കോണ്ടക്ട്, അതായത് സ്വഭാവത്തെ പറ്റിയുള്ള, പെരുമാറ്റത്തെ പറ്റിയുള്ള പോളിസി. അറ്റൻഡൻസ്, നമ്മുടെ ഹാജറിനെ പറ്റിയുള്ള പോളിസി. ഡ്രസ് കോഡ്, ഓരോ തൊഴിലിനും ധരിക്കേണ്ട വസ്ത്രത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെ പറ്റിയുള്ള പോളിസി. സ്വകാര്യതയും അല്ലെങ്കിൽ തൊഴിലിനെ സംബന്ധിച്ചുള്ള മറ്റ് നിബന്ധനകളും. എംപ്ലോയി കോണ്ടക്ട് പോളിസീസ്, തൊഴിലാളികളുടെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ സ്വഭാവത്തെ, പെരുമാറ്റത്തെ സംബന്ധിച്ചുള്ള നയങ്ങൾ എന്തൊക്കെയാണ്? എംപ്ലോയി കോണ്ടക്ട് പോളിസീസ് എസ്റ്റാബ്ലിഷസ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഈച്ച് എംപ്ലോയി മസ്റ്റ് അഡ്ഹിയർ ടു ആസ് എ കണ്ടീഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. തൊഴിലിൻ്റെ നിബന്ധനകൾ അനുസരിച്ച് ഒരു തൊഴിലാളി പാലിക്കേണ്ട ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ആണ് എംപ്ലോയി കോണ്ടക്ട് പോളിസി നിർവചിക്കുന്നത്. ഉദാഹരണത്തിന്, പ്രോപ്പർ ഡ്രസ് കോഡ്, ശരിയായ വസ്ത്രധാരണം. വർക്ക് പ്ലേസ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്, സുരക്ഷിതത്വ നടപടിക്രമങ്ങൾ പാലിക്കൽ. ഇൻടോക്സിക്കേഷൻ, മദ്യം, മയക്കുമരുന്ന് എന്നിവ ഒഴിവാക്കൽ. ഹരാസ്മെന്റ് പോളിസീസ് ആൻഡ് പോളിസീസ് റിഗാർഡിംഗ് കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ് യൂസേജ്. പീഡനം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗത്തെ സംബന്ധിച്ചുള്ള നിബന്ധനകൾ. ഡിസിപ്ലിൻ ഇൻ അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, അച്ചടക്കവും അതുപോലെ തന്നെ മോശം പെരുമാറ്റത്തിനുള്ള അച്ചടക്ക നടപടികളും. അറ്റൻഡൻസ് ആൻഡ് ടൈം ഓഫ് പോളിസീസ്, തൊഴിലാളികളുടെ ഹാജരും അതുപോലെ തന്നെ ഓഫിനും പറ്റിയുള്ള നയങ്ങൾ. റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് സറൗണ്ടിങ് ദ എംപ്ലോയി അഡ്ഹിയറൻസ് ടു വർക്ക് ഷെഡ്യൂൾസ്, ലീവ്, ഓഫ്, എക്സെട്ര. ഒരു തൊഴിലാളികളുടെ വർക്ക് ഷെഡ്യൂളും അവരുടെ അറ്റൻഡൻസും ലീവും ഓഫും പ്രതിപാദിക്കുന്നവ. Next, how employees may schedule time off or notify superiors of an absence or late arrival. ഒരു തൊഴിലാളി എങ്ങനെ ഓഫ് ഷെഡ്യൂൾ ചെയ്യുന്നു അല്ലെങ്കിൽ ജോലിക്ക് ഹാജരാവാതിരിക്കുന്നതോ അല്ലെങ്കിൽ വൈകി ഹാജരാകുന്നതോ ആയ കാര്യങ്ങൾ മേലുദ്യോഗസ്ഥരെ എങ്ങനെ അറിയിക്കും എന്നുള്ളതിൻ്റെയൊക്കെ നയങ്ങൾ. നെക്സ്റ്റ്, ഡിസിപ്ലിനറി ആക്ഷൻ ഓഫ് എംപ്ലോയീസ് ഫേസ് if they miss more days than company allows. സ്ഥാപനം അനുവദിക്കുന്നതിൽ കൂടുതൽ ദിവസങ്ങൾ ഹാജരാവാതിരുന്നാലുള്ള അച്ചടക്ക നടപടികളെ പറ്റി പ്രതിപാദിക്കുന്ന നിയമങ്ങൾ.
വർക്ക്പ്ലേസ് സെക്യൂരിറ്റി പോളിസീസ്, ജോലി സ്ഥലത്തെ സുരക്ഷിതത്വത്തെ പറ്റിയുള്ള നയങ്ങൾ. To protect the employee or the people in an organization and the physical and the intellectual property. ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളെ അല്ലെങ്കിൽ ആൾക്കാരെ മുഴുവൻ സുരക്ഷിതരായി സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളും അതുപോലെ തന്നെ ബൗദ്ധിക സ്വത്തുക്കളും സംരക്ഷിക്കുന്നതിനുള്ള നയമാണ് വർക്ക്പ്ലേസ് സെക്യൂരിറ്റി പോളിസിയിലുള്ളത്. That is entrance to a facility such as use of ID cards and procedures for signing in a guest, equipment such as company laptop or smartphone may be needed to be signed out. അതായത് ഫാക്ടറിക്കുള്ളിലേക്കോ അല്ലെങ്കിൽ ഫാക്ടറിയുടെ അകത്ത് മറ്റ് സ്ഥലങ്ങളിലേക്കോ ഉള്ള പ്രവേശനം ID കാർഡുകൾ അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിൽ സൈൻ ചെയ്തോ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അകത്തേക്ക് കയറുകയോ ഇറങ്ങുകയോ ചെയ്യുന്നത് എന്നിവ. Then computer security is a high priority for firms these days. ഇന്നത്തെ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡാറ്റ സുരക്ഷിതത്വം വളരെ മുൻഗണന അർഹിക്കുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഫോർ ചേഞ്ചിങ് പാസ്വേഡ്സ്, എത്ര കാലയളവിനുള്ളിൽ പാസ്വേഡ് മാറ്റണമെന്നുള്ളത്, റിപ്പോർട്ടിംഗ് ഫിഷിംഗ് അറ്റംപ്റ്റ്സ് ആൻഡ് ലോഗോൺ പ്രൊസീജിയേഴ്സ്, എന്തെങ്കിലും ഹാക്കിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ കണ്ടാലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഡേറ്റ ആക്സസ് ചെയ്യുന്നതായിട്ട് കണ്ടുപിടിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. യൂസ് ഓഫ് പേഴ്സണൽ ഡിവൈസസ് ലൈക്ക് USB ഡ്രൈവ്, വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന പെൻഡ്രൈവ് പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം. To prevent unintended spread of computer viruses and other malware. കമ്പ്യൂട്ടർ വൈറസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാൽവെയറുകളോ തടയുന്നതിനുള്ള നയങ്ങൾ ഒക്കെയാണ് വർക്ക് പ്ലേസ് സെക്യൂരിറ്റിയിൽ വരുന്നത്.